എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബനാന കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. ആട്ടയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ മൈദ എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് മിക്സാക്കി എടുക്കുക. ഇതിന് നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 3 ഏത്തപ്പഴം തൊലി കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴത്തിന് പകരം വേണമെങ്കിൽ റോബസ്റ്റ പഴമോ അല്ലെങ്കിൽ ചെറുപഴമോ യൂസ് ചെയ്യാവുന്നതാണ്. ചെറുപഴമാണ് എടുക്കുന്നതെങ്കിൽ 3 എണ്ണത്തിന് പകരം ഒരു 6 എണ്ണം എടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതേ ജാറിലേക്ക് തന്നെ ഒരു 3 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കുക, അല്ലാതെ നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ഏലക്കയും അതുപോലെ ഒരു 2 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുക. വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. ബട്ടർ ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് ശർക്കരപ്പാനിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ശർക്കരയായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 3/4 കപ്പ് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയാണെങ്കിലും ഒരു 3/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴവും അതുപോലെ പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലുള്ള ഈ കൂട്ടിലേക്ക് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുക്കാമെന്ന് വെച്ചാൽ കുറേ നേരമൊന്നും അടിക്കണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒന്നെങ്കിൽ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും വിസ്ക് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഈ ഒരു പാകത്തിനാണ് കിട്ടേണ്ടത്. കുറേ അങ്ങോട്ട് ലൂസ് ആവാനും പാടില്ല, അതുപോലെ കുറേ അങ്ങോട്ട് ടൈറ്റ് ആവാനും പാടില്ല. ഇനി അഥവാ നമ്മുടെ ബാറ്റർ കുറച്ചൊന്ന് ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഇളം ചൂടുള്ള പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. ഇതിന് നമുക്ക് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കേക്ക് ടിന്നിൽ ആകെ ഓയിൽ മാത്രമേ തേച്ച് കൊടുത്തിട്ടുള്ളൂ, ബട്ടർ പേപ്പർ ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അലുമിനിയത്തിൻ്റെ ചെരുവം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു റിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കേക്ക് ടിന്നും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് അടച്ച് വെച്ചിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 55 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ അടുപ്പിനനുസരിച്ച് ബേക്ക് ചെയ്യുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ വരും. ഇപ്പോൾ കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പം ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതിപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് വിടിവിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്കിതുപോലെ ഒന്ന് കമത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ അടിവശം അതുപോലെ സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ വളരെ ഹെൽത്തിയും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമ്മളിത് മിക്സിയുടെ ജാറിൽ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ ആകെ ഒരു 5 മിനിറ്റ് മതി. പിന്നെ ബേക്ക് ചെയ്യാനാണ് ബാക്കി ടൈം വരുന്നത്. അതുപോലെ നല്ല ഹെൽത്തിയാണ്. നമ്മളിതിൽ പഞ്ചസാരയും മൈദ ഒന്നും ചേർത്തിട്ടില്ല, പകരം ശർക്കരയും അതുപോലെ ആട്ടയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.